ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ്, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പോരാട്ടമായിരുന്നു നടന്നത്. മലയോര മനസ്സിൽ ഇടം നേടിയിരിക്കുന്നു ഡീൻ കുര്യാക്കോസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ ലീഡ് നിലകൾ പരിശോധിക്കുമ്പോൾ? ശ്രുതി, ഇടുക്കിയിൽ ആരും എടുക്കാനാകും എന്നൊരു ചോദ്യത്തിന് ഒരു പൂർണ്ണമായ ഉത്തരം ലഭിച്ചു എന്ന് തന്നെ പറയാം. വീണ്ടും ഡീൻ കുര്യാക്കോസ് തന്നെ മുൻപിൽ വന്നിരിക്കുകയാണ്. 1,33,277 വോട്ടിനാണ് ഡീൻ കുര്യാക്കോസ് മുന്നിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ജോയ്സ് ജോർജിന് ലഭിച്ച വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 2,98,96 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ഉറപ്പിൽ തന്നെയായിരുന്നു LDF ഈ മണ്ഡലത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. വിജയം പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ജോയ്സ് ജോർജ് അടക്കം പ്രതികരിച്ചിരുന്നു. തനിക്ക് വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം LDFിനെ അപേക്ഷിച്ച് ഈ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ LDFിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, വിജയിക്കാമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ അതെല്ലാം തന്നെ അപ്പാടെ മാറി മറിഞ്ഞു എന്ന് വേണം പറയാൻ. മാണി ഗ്രൂപ്പിന്റെ വോട്ടടക്കം ആളുകൾ ഡീൻ കുര്യാക്കോസിന് ചെയ്തു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പോളിംഗ് ശതമാനം 66.55% ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അത് ഇത് മുമ്പത്തെ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. 2019 76.36% അതിൽ ഡീൻ കുര്യാക്കോസ് 1,71,32 വോട്ടിനാണ് അന്ന് ഭൂരിപക്ഷം നേടിയെങ്കിൽ ഇന്ന് 1,33,222 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം പോളിംഗ് ശതമാനം കുറവാകുമ്പോൾ അത് LDFിനെ പിന്തുണയ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ ഇടുക്കിയിലുള്ളത്. ഏതായാലും അതെല്ലാം തന്നെ മാറി മറിഞ്ഞ ഇപ്പോൾ ഡീൻ വിജയത്തിലേക്ക് എത്തി എന്ന് തന്നെ വേണം പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഡീന് ജനങ്ങളോട് നന്ദി പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പറയുന്നത് ഡീൻ നമ്മളോട് പ്രതികരിച്ചത് എങ്ങനെയാണ്, അതായത് LDF സർക്കാരിനോട് ജനവികാരമാണ്, അല്ലെങ്കിൽ ജനവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. അതോടൊപ്പം തന്നെ 1315 ബൂത്തുകളിൽ തങ്ങളുടെ പ്രവർത്തകർ പ്രവർത്തിച്ചതിന്റെ ഒരു പ്രതിഫലം തന്നെയാണ് തനിക്ക് ഈ വിജയം കരസ്ഥമാക്കാനുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ചെറുതോണി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ജോയ്സ് ജോർജ് നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇനി LDF തീർച്ചയായും ബൂത്ത് കമ്മിറ്റികളടക്കം പരിശോധിക്കുക, എവിടെയാണ് ഈ ഒരു വീഴ്ച പറ്റിയെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബിനീഷ്, അതായത് ഡീൻ കുര്യാക്കോസിന് വ്യക്തമായ ലീഡുണ്ട്. അതായത് കഴിഞ്ഞ 2019 1,71,000 വോട്ടുകൾ തന്നെയായിരുന്നു. ഇപ്പോഴും 1,00,000 കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ LDFിനെ സംബന്ധിച്ചുള്ള ചെറിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലേ? എങ്ങനെയാണ് ഇനി ഏതൊക്കെ മണ്ഡലങ്ങളിലെ വോട്ട് ലീഡ് നിലയാണ് ഇനി നമുക്ക് തെളിയേണ്ടിയിരിക്കുന്നത്? എങ്ങനെയാണ് വിജയം എത്ര മണിയോടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും? ഏകദേശം 5 മണിയോടെ കഴിയുമ്പോൾ തന്നെ നമുക്ക് വിജയം എത്ര വോട്ടുകൾ ലഭ്യമായെന്ന് അറിയാൻ സാധിക്കും. ഇനി ഉടുമ്പൻചോല മണ്ഡലം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഉടുമ്പൻചോല മണ്ഡലം പൂർത്തീകരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് LDFിന്റെ ഒരു വലിയ കോട്ട തന്നെയാണ് ഉടുമ്പൻചോല മണ്ഡലത്തിലാണ് ഈ ജോയ്സ് ജോർജിന് ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി ആ മണ്ഡലം കൂടിയാണ് എണ്ണി തീർക്കാനുള്ളത്.